ഓഫർ എന്താണ്, ആക്സെപ്റ്റൻസ് എന്താണെന്ന് കഴിഞ്ഞ്. അപ്പോൾ ഈ ഓഫറും ആക്സെപ്റ്റൻസും പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് കഴിഞ്ഞ്, എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് എലമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് ഇസ് കൺസിഡറേഷൻ. എന്തായിരുന്നു കൺസിഡറേഷൻ? അതായത് സെക്ഷൻ 10 ഓഫ് കോൺട്രാക്റ്റ് ആക്ട് specifies consideration is required for giving enforceability to a contract. അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ, ആ ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ, ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ എ വാലിഡ് കൺസിഡറേഷൻ. ഇനി സെക്ഷൻ 25 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് സേസ് an agreement made without consideration is void. Okay, so thus section 10 and 25 of Indian Contract Act speaks about the importance of consideration in the formation of a contract. അപ്പം നിർബന്ധമായിട്ടും ഒരു എഗ്രിമെൻറ്റിൽ, അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ എ കൺസിഡറേഷൻ. ഇനി an agreement it must be supported by consideration to become a contract. So the intention of the parties, whether they create legal obligation or not, can only be ascertained by the presence or absence of consideration. So hence consideration is one of the essential elements of a valid contract. ഇപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ് എന്ത്, ബാക്ക് ബോൺ ഓഫ് ഓൾ promises. Okay, a promise not supported by consideration is called nudum pactum. ശ്രദ്ധിക്കുക, NUDUM PACTUM, nudum pactum. ഓക്കെ, ദാറ്റ് ഇസ് nudum pactum എന്താണെന്ന് വൺ വേർഡൊക്കെ ചോദിച്ചാൽ പറയണം, എ പ്രോമിസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. ഓക്കെ, nudum pactum means bare promise. So an agreement without consideration is known as nudum pactum or bare promise. Such an agreement cannot be enforced in a court of law. Okay, അപ്പോൾ ഇങ്ങനെ ഇതിനൊരു ലാറ്റിൻ ടേം യൂസ് ചെയ്യാറുണ്ട് നമ്മൾ, എക്സ് നുഡോ പാക്റ്റോ നോൺ ഓറിറ്റർ ആക്ഷോ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് നോട്ട് a binding on the parties. It is not binding on the parties. Okay, അപ്പോൾ ആ രണ്ട് ടേംസ് നിങ്ങൾ ഓർത്തിരിക്കുക. nudum pactum, nudum pactum means എന്താണ്, എ പ്രോമിസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ ഇസ് കോൾഡ് nudum pactum or bare promise. And such this principle, അതായത് എഗ്രിമെൻറ്റ് cannot be enforced in a court of law എന്ന് പറഞ്ഞല്ലോ. If it is not supported by consideration, it cannot be, that agreement cannot be enforced in a court of law. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദാറ്റ് പ്രിൻസിപ്പിൾ ഇസ് എക്സ്പ്രസ്ഡ് ബൈ ദ ലാറ്റിൻ മാക്സിം എക്സ് നുഡോ പാക്റ്റോ നോൺ ഓറിറ്റർ ആക്ഷോ. ദാറ്റ് മീൻസ് എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ്. What are the one of the definitions of consideration? So according to section 2 clause D of Contract Act defines consideration. But definition ഒന്ന് ശ്രദ്ധിക്കുക. When at the desire of the promiser, ശ്രദ്ധിക്കണം, when at the desire of the promiser, the promisee or any other person has done or abstain from doing or promises to do or abstain from doing something, such act, abstinence or promise is called a consideration for the promise. അതായത് എന്താണ് കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ആരുടെ ഇതിനനുസരിച്ചായിരിക്കണം കൺസിഡറേഷൻ പോവേണ്ടതെന്നാണ് പറയുന്നത്. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമീസർ. ഞാനിപ്പോൾ എൻ്റെ വീട് വിൽക്കാനുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ വില നിശ്ചയിക്കുന്നത് ആരാണ്? ഞാനായിരിക്കണം, ഓഫറർ ഓർ പ്രോമീസർ. സോ വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമീസർ
the promisee or any other person has done or abstained from doing. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ഡിസയറിനനുസരിച്ചിട്ട് പ്രോമിസിക്ക് തരാം ഈ കൺസിഡറേഷൻ. ഞാൻ ആർക്കാണോ വീട് വിൽക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ വാങ്ങുന്ന ആൾക്ക് തരാം പ്രോമിസി, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ, അതായത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം തേർഡ് പാർട്ടി ഓൾസോ. ഞാനിപ്പം നിങ്ങളെ ക്ലാസ്സിലെ മീനാക്ഷിക്ക് വീട് വിൽക്കുന്നുണ്ടെങ്കിൽ മീനാക്ഷിക്ക് മാത്രമല്ല തരാൻ പറ്റുക, മീനാക്ഷിയുടെ പേരൻസിന് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താക്കാം എന്നാണ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ആൻഡ് അതാണ് ഈ ഇതിൽ പറഞ്ഞത്, വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അതാണ് അതിൽ പറയുന്നത്. ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഒന്നുകിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടാവാം. ഓർ പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആയിരിക്കാം, തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് സച്ച് ആക്ട്. അപ്പോൾ എന്താണോ ഇങ്ങനെ ഒന്നുകിൽ തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. ആരുടെ ഡിസയറിനനുസരിച്ചിട്ട്? പ്രോമിസറുടെ ഡിസയറിനനുസരിച്ചിട്ട്. ആര്? പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇങ്ങനെയുള്ള ഈ ആക്ട് അല്ലെങ്കിൽ ആബ്സ്റ്റിനൻസ് ഇസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓഫ് അതർ ഇസ് ബോട്ട്. Okay, for example, A purchased a motor car from B for rupees 1,50,000. A ആണ് വാങ്ങിയിട്ടുള്ളത്. ആരെ കയ്യിൽ നിന്നാണ്? ബീൻ്റെ അടുത്ത് നിന്ന് 1,50,000 കൊടുത്തൊരു കാർ വാങ്ങി. Then payment of this 1,50,000 by A is consideration for B's act of transferring the ownership of his motor car to A. മനസ്സിലായല്ലോ. അപ്പോൾ ബീനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താ? ആ 1,50,000 കിട്ടിയതാണ്. മനസ്സിലായല്ലോ. തിരിച്ചിട്ട് മറ്റേ ആൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? കാറ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, അപ്പം നമ്മൾ ആ കോൺട്രാക്റ്റ് എങ്ങനെയാണോ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ പ്രൈസിനെയാണ്, ദ പ്രൈസ് ഫോർ വിച്ച് എ പ്രോമിസ് ഓഫ് അതർ ഇസ് ബോട്ട്, അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഒരു കൺസിഡറേഷൻ വാലിഡ് ആവണമെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. So first point, consideration must move at the desire of the promiser. ഞാൻ പറഞ്ഞു ഈ ഡെഫിനേഷനിൽ തുടക്കം അതാണ് പറയുന്നത്, when at the desire of the promiser. അപ്പം എപ്പോഴും കൺസിഡറേഷൻ ആരാ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്? കോൺട്രാക്റ്റിൻ്റെ കൺസിഡർ. ഇപ്പോൾ ഒരു വീട് ഞാൻ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാനാണല്ലോ പ്രോമിസർ, ഞാൻ വിൽക്കുകയാണെങ്കിൽ അപ്പം ആ ഒരു ഇതിൽ ഞാനാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ വീടിൻ്റെ വില നിശ്ചയിക്കുന്നത് ആരാണ്? So the promiser under a contract promises something to the promisee in return of latter's act or abstinence. So it is essential that promisee should perform his part of promise only at the desire of the promiser. ഈ ഡിസയർ എന്ന് പറയുന്നത്, ഡിസയർ ഓഫ് ദ പ്രോമിസർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഓക്കെ, ദെൻ second point is consideration may move, may ആണ് അവിടെ മൈ അല്ല, MAY, may move from promisee or any other person. അവിടെയും പറഞ്ഞ് ഡെഫിനേഷനിൽ when at the desire of the promiser the promisee or any other person. അപ്പോൾ ഈ കൺസിഡറേഷൻ ആരുടെ അടുത്ത് നിന്നൊക്കെ ആവാം? കൺസിഡറേഷൻ may move from the promisee or any other person. It may proceed from the promisee or from any other person on behalf of the promisee. So it is clear that a person can sue on a contract even if consideration for the promise proceeded from
എ തേർഡ് പാർട്ടി പ്രൊവൈഡഡ് ഇറ്റ് ഹാസ് ബീൻ ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാനും മീനാക്ഷിയായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം മീനാക്ഷി ഞാൻ പറഞ്ഞല്ലോ വീട് വിൽക്കുന്നത് ആർക്കാണ്? മീനാക്ഷിക്കാണ്. പക്ഷേ കാശ് തരാമെന്ന് പറഞ്ഞത് വേറെ ആളുകളാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ഓക്കെ പറഞ്ഞതാണല്ലോ വേറെ ആൾ തന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ എനിക്ക് കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ ഐ ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് മീനാക്ഷി. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞിട്ടുള്ളത്, എ പേഴ്സൺ ക്യാൻ സ്യൂ ഓൺ എ കോൺട്രാക്ട് ഈവൻ ഇഫ് ദ കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ് പ്രൊസീഡഡ് ഫ്രം എ തേർഡ് പാർട്ടി പ്രൊവൈഡഡ് it has been done at the desire of the promiser. Okay, but consideration moving from a third party is also a good consideration na parayunne. Next, consideration may be past, present or future. അപ്പം നേരത്തെ ആ ഡെഫിനിഷൻ നിങ്ങൾ കേട്ട്, ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് പാസ്റ്റ് കൺസിഡറേഷൻ, ഓർ പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് എന്താവാം? ഫ്യൂച്ചർ കൺസിഡറേഷൻ. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഓക്കെ, സോ മൂന്നും എന്താണ് നോക്കാം. വെൻ the promiser received the consideration from the promisee even before the date of promise, it is called past consideration. അതായത് പ്രോമിസർക്ക് ഓൾറെഡി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? പ്രോമിസ് ഉണ്ടാക്കുന്നതിന് മുന്നേ അങ്ങനെയുള്ള കൺസിഡറേഷനെയാണ് എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് കൺസിഡറേഷൻ. ഓക്കെ, എക്സാമ്പിൾ, എക്സ് സൺ വാസ് റെസ്ക്യൂഡ് ഫ്രം ഡ്രോയിങ് ബൈ വൈ ഓൺ 15th August. അതായത് എക്സിൻ്റെ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സമയത്ത് വൈ രക്ഷിച്ചതാണ്. മനസ്സിലായല്ലോ? അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കണം. സബ്സിക്വൻ്റ്ലി അപ്പം നടന്നതെന്നാണ്? August 15 വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് രക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം എക്സ് പ്രോമിസ് ടു പേ 5 lakh ഫോർ ദ സർവീസ് റെൻറ്റേഡ് ഇൻ ദ പാസ്റ്റ്. മോനെ രക്ഷിച്ചല്ലോ. ആ ഒരു സന്തോഷത്തിൽ 5 ലക്ഷം രൂപ കൺസിഡറേഷനായിട്ട് ആർക്ക് കൊടുക്കുകയാണ്? വൈക്ക് കൊടുക്കുക ചെയ്യുന്നത്. സോ വൈസ് കൺസിഡറേഷൻ ഇൻ ദിസ് കേസ് ഇസ് എ പാസ്റ്റ് കൺസിഡറേഷൻ. വൈൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ കൺസിഡറേഷൻ എന്ന് പറയുന്ന അയാൾ ഹാസ് ഓൾറെഡി പെർഫോംഡ് ഇസ് പാർട്ട് ഓഫ് പ്രോമിസ് അല്ലേ? അപ്പം ഇതൊരു പാസ്റ്റ് കൺസിഡറേഷൻ. അപ്പോൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? when the promiser received the consideration from the promisee even before the date of promise. സോറി, ഇവിടെ എക്സിൻ്റെ മോനെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എക്സിൻ്റെ മോൻ മരിക്കുന്ന സമയത്ത് വൈ രക്ഷിച്ചതാണ്. അപ്പോൾ വൈക്ക് കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പാസ്റ്റ് കൺസിഡറേഷൻ. ദെൻ ഇനി എന്താണ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ നോക്കാം. When the promiser receives consideration from the promisee simultaneously with the promise, it is called present or executed consideration. But present consideration usually arises when there is a promise to pay for goods sold or delivered. നമ്മൾ സാധാരണ കടകളിലൊക്കെ പോയാൽ എന്താ ചെയ്യുക? ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ പറയും ഇത്ര രൂപയ്ക്ക്. ആ കടക്കാരൻ പറയും 5000 രൂപയാണ് ഈ ചുരിദാറിൻ്റെ വില, 5000 രൂപയാന്ന് പറഞ്ഞാൽ യു വിൽ പേ 5000 rupees. അതായത് അവിടെ നടക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അയാൾ ചുരിദാർ തരുന്നു, നിങ്ങൾ എന്താക്കുന്നു? യു പേസ് ദ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി. സോ കൺസിഡറേഷൻ മൂവ്സ് simultaneously with the promise and therefore it is a present consideration. Okay, ഇനി വാട്ട് ഈസ് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നുള്ളതാണ്. when the promiser has to receive the consideration in future for his promise, it is called future consideration. പ്രോമിസർക്ക് എപ്പോഴേ കിട്ടുന്നുള്ളൂ കൺസിഡറേഷൻ? ഇൻ ഫ്യൂച്ചർ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പ്രോമിസ് ടു പ്രോമിസ്. അതായത് ഒരു പ്രോമിസിനുള്ളൊരു പ്രോമിസായിട്ട് അത് കണക്കാക്കും. ഫ്യൂച്ചറിലേ കിട്ടുന്നുള്ളൂ. എക്സാമ്പിൾ, എ അഗ്രീസ് ടു ലുക്ക് ആഫ്റ്റർ ദ ചൈൽഡ് ഓഫ് വൈ and he further agrees to receive all expenses incurred by him from Y at the end of the year. അതായത് എക്സ് എന്താക്കുക പറയുന്നത് വൈൻ്റെ ഒരു കുട്ടീനെ ഏറ്റെടുക്കുകയാണ്, എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു. അപ്പം വൈ പറയുന്നത് എന്താ പറയുക? ഓരോ വർഷം അവസാനാവുന്ന സമയത്ത് ഞാൻ അതിനുള്ള ചിലവ് തന്നോളാം.
അപ്പോൾ ഇവിടെ നോക്കുക എപ്പോഴാണ് കിട്ടുന്നത്, കുട്ടീനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൺസിഡറേഷൻ അതിൻ്റെ റിട്ടേൺ എപ്പോഴേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. സോ ദിസ് ഈസ് എ ഫ്യൂച്ചർ കൺസിഡറേഷൻ. ഇൻ ദിസ് കേസ് ദ കൺസിഡറേഷൻ ഇസ് എ ഫ്യൂച്ചർ വൺ ഫോർ എക്സ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് എപ്പോഴേ കിട്ടുന്നുള്ളൂ എക്സിന്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ അതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ടു പ്രോമിസ്. ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം. ഐ അഗ്രീസ് ടു സെൽ മൈ ഹൗസ് ടു വൈ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട് ശരിക്കും 1 crore rupees-ൻ്റെയാണ്, പക്ഷേ ഐ എം റെഡി ടു സെൽ ഇറ്റ് ഫോർ 10 lakh rupees. ശ്രദ്ധിക്കണം, 1 കോടിൻ്റെ വീട് എത്രയ്ക്കാണ് വിൽക്കുന്നത്? 10 ലക്ഷം രൂപയ്ക്ക്. അതായത് വേർത്ത് ആഡിക്വേറ്റ് ആണോ? ആഡിക്വേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും 1 ലക്ഷം രൂപ മതിക്കുന്ന വീട് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത്, അതായത് പ്രൈസ് എന്തല്ല, ആഡിക്വേറ്റ് അല്ല, ശരിക്കും അത് ആ മാർക്കറ്റ് റേറ്റിന് തുല്യമല്ല. അപ്പം കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവണം എന്നില്ല, ഇറ്റ് നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ടു ദ പ്രോമിസ്. വാട്ട് ഈസ് റിക്വയർഡ് ഇസ് ദാറ്റ് ദർ ഷുഡ് ബി സം കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. ഒരു കൺസിഡറേഷൻ ഉണ്ടാവണമെന്നേ പറയുന്നുള്ളൂ. അതിന് 5 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും 50 ലക്ഷം ആയാലും പ്രശ്നമില്ല. ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സം കൺസിഡറേഷൻ. ആഡിക്വസി ഇസ് ഫോർ ദ പാർട്ടീസ് ടു ഡിസൈഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദി എഗ്രിമെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ എത്രയെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഓക്കെ, സോ even a smallest consideration is sufficient provided it has some value. The next point is consideration must be real and not illusory എന്നാണ് പറയുന്നത്. അതായത് കൺസിഡറേഷൻ is said to be unreal or illusory when the act of forming consideration is എങ്ങനെയായിരിക്കണം? legally or physically impossible. Second point, the consideration is uncertain. And third one, when it seems to be present but absent in fact. ഈ 3 കേസിലും നമ്മൾ പറയും കൺസിഡറേഷൻ എന്താണ്? അൺറിയൽ അല്ലെങ്കിൽ ഇല്യൂസറി ആണ്. ഇല്യൂസറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശരിക്കുള്ളതല്ല, എല്ലാം ഇതിൽ മാത്രമാണ്, ഭാവനയിൽ മാത്രം. So if consideration is not real, it cannot be a valid consideration. ഞാനൊരു എക്സാമ്പിൾ പറയാം. A promises to shift a mountain from one place to another. ആർക്കെങ്കിലും മല പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുമോ? സോ അപ്പോൾ ഇങ്ങനെ പറയാണ്, ആൻഡ് ഇൻ റിട്ടേൺ ബി പെയ്ഡ് ഇഫ് ബി പെയ്ഡ് 1 lakh rupees. അതായത് എ പ്രോമിസ് ചെയ്യാണ്, ബി എനിക്ക് 1 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞാൻ ഈ ഒരു മൗണ്ടൻ എടുത്തിട്ട് എവിടെ കൊണ്ടുവച്ച് തരാം? നിങ്ങളെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് തരാം. മനസ്സിലായോ? സോ ഇവിടെ എയ്സ് പ്രോമിസ് ഇസ് ഫിസിക്കലി ഇമ്പോസിബിൾ ഓഫ് പെർഫോമൻസ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്തുണ്ടാവാൻ പാടില്ല, ഇല്യൂസറി കൺസിഡറേഷൻസ് പാടില്ല. ഓക്കെ, ഇനി അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, ഇഫ് എ മാൻ പ്രോമിസസ് ടു മേക്ക് 2 parallel lines meet. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാലത്ത് അത് മീറ്റ് ചെയ്യുമോ? അതിങ്ങനെ പാരലായി പോയിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് ഇല്യൂസറി, നോട്ട് റിയൽ കൺസിഡറേഷൻ. ആൻഡ് ഹി കനോട്ട് സ്യൂ ഓർ ക്ലെയിം എനിത്തിങ് ഓൺ ദ ഫുട്ട് ഓഫ് സച്ച് എൻ ഇല്യൂസറി കൺസിഡറേഷൻ എന്നാണ്. അപ്പോൾ കൺസിഡറേഷൻ എപ്പോഴും എന്താവാം? ഇറ്റ് മസ്റ്റ് ബി റിയൽ. ഒരിക്കലും എന്താവാൻ പാടില്ല, അൺറിയൽ ഓർ ഇല്യൂസറി. ദ നെക്സ്റ്റ് പോയിൻറ്റ്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. അത് നിങ്ങൾ പഠിച്ചതാണ്, പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. എപ്പോഴും കൺസിഡറേഷൻ ആയാലും എഗ്രിമെൻ്റ് ആയാലും ഒക്കെ എന്താണ്? ലോഫുൾ ആവണം. കൺസിഡറേഷൻ ഇസ് സെറ്റ് ടു ബി ലോഫുൾ. എപ്പോഴും ഒരു കാര്യം ലോഫുൾ ആണെന്ന് എപ്പോഴാണ് പറയുക? ഇഫ് അൺലോഫുൾ ആണെന്ന് എപ്പോഴാണ് പറയുക? ഇറ്റ് ഈസ് അൺലോഫുൾ ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഏതെങ്കിലും ഒരു നിയമം വിലക്കിയിട്ടുണ്ടാവാം. ഓർ ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ്
വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. ചിലപ്പോൾ ലോ പ്രകാരം ഓക്കെ ആയിരിക്കും, പക്ഷെ അതിലുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ഇസ് 2. അപ്പോൾ അവിടെ പ്രൊവിഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 പേര് മിനിമം വേണം. ഒരാളെ വെച്ച് പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റുമോ? ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഓർ ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദാറ്റ് ആക്ട്. അപ്പോൾ അങ്ങനെയായി പോവാൻ പാടില്ല. ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. മൂന്നാമത് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺലോഫുൾ. ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഇങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആളുടെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി, അയാളുടെ സ്വത്തിനോ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന രീതിയിലുള്ളതാവാൻ പാടില്ല. ഇറ്റ് ഈസ് റിഗാർഡഡ് ബൈ കോർട്ട് ആസ് ക്രിമിനൽ. ചിലപ്പം ക്രിമിനലായിട്ട് കണ്ട ചില കുറ്റങ്ങൾ ഉണ്ടാവാം, അതൊന്നും ആവാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ബൈ ദി കോർട്ട് ആസ് ബീങ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇങ്ങനെയുള്ള കേസസിലൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, കൺസിഡറേഷൻ ഇസ് സെറ്റ് ടു ബി അൺലോഫുൾ. ഓക്കെ, എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്ത് കയറുക, അത് ലോഫുള്ളാണോ? അല്ല. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി എന്താ പറയുക ലോ. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദി ഇവിടെ എന്താ ശരിക്കും വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. കൈക്കൂലിയൊക്കെ എന്താ ശിക്ഷാർഹമാണെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതൊരു ബ്രൈബ് മാത്രമാണ്, അതുകൊണ്ട് എന്താക്കാൻ പറ്റില്ല. ദിസ് കൺസിഡറേഷൻ ഇസ് അൺലോഫുൾ. ഞാൻ ഇപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി വാങ്ങിത്തരാം, ഒരു 1 lakh rupees തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി എ ബ്രൈബ്, നത്തിങ് ബട്ട് എ ബ്രൈബ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് is consideration must be something which the promiser is not already bound to do. അങ്ങനെ പറഞ്ഞാൽ a promise to do what one is already bound to do either by general law or under an existing contract is not a consideration for a new promise. ഞാനിപ്പോൾ പറയാണ്, ഞാനിപ്പോൾ കോളേജിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു എന്താ പറയുക, ക്ലാസ് എടുക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു ജോലിയും കൂടെ തരികയാണ്. ഇപ്പോൾ എന്താണ്, കോളേജിൽ പെയിൻറ്റിങ്, മനസ്സിലായല്ലോ, നമ്മളെ BCom ക്ലാസ് പെയിൻ്റ് അടിക്കാനുള്ള ജോലിയും കൂടെ ഏറ്റെടുത്ത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടണം, വേറൊരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അത് ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ എ കൺസിഡറേഷൻ. മനസ്സിലായല്ലോ? അതിന് വേറെ തന്നെ കിട്ടണം. സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് എന്തിനു വേണ്ടി